ഇനി എല്ലാ മുഖാമുഖത്തിലും കുരുവട്ടൂരിസത്തെ കുറിച്ചുള്ള മുഖാമുഖവും ചോദ്യോത്തരാണ് ഇൻഷാ അല്ലാഹ് നടക്കാൻ പോണത്. അങ്ങനെ ഞങ്ങൾ വിടും. നിങ്ങൾ കരുതണ്ട. നിങ്ങളെ ഈ ജഹാലത്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മാറുള്ളൂ. നേരത്തെ ചോദിച്ചു ഒരു വട്ടം മറുപടി പറഞ്ഞു, 2 വട്ടം മറുപടി പറഞ്ഞു, 3 വട്ടം മറുപടി പറഞ്ഞു. അപ്പൊ മൂപ്പറ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, അതിങ്ങനെ കിട്ടണം. അതിന് ഈ വലിപ്പമുള്ള വേറെ സദസ്സുകൾ നോക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാം. നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും ഇല്ല എന്നല്ല, നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും എങ്ങനെയും ഉണ്ട് എന്നുമല്ല. അതെ, ഒന്ന് വ്യക്തമായിട്ട് മുത്തുനബിയെ കുറിച്ച് നിഴലുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ പൊരുത്തപ്പെടില്ല, ഞാൻ അങ്ങനെ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മൗലാന പേരള ഉസ്താദ് പറഞ്ഞിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നെടുംതൂണാകുന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനുള്ള ചില കള്ളത്തൊരീക്കത്തുകാരുടെ കുതന്ത്രത്തിന് ഒരിക്കലും വഴിതരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതിന് സമ്മതം. പഠിക്കുന്ന കാലത്തുള്ള പരിചയമുള്ള ആളാണ് ഈ ഫാദിലി. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് കോട്ടൂരുസ്താൻ്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം പിന്നെ കണ്ടത് ഇവിടെ. സത്യത്തിൽ ഇവർക്കുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്, എന്നെ പോലെ പല ആളുകൾക്കും. ഓരോ ദിവസവും വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞു ഞാൻ 2013 വരെയുള്ള പറഞ്ഞതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 2013 മുതൽ 20 വരെയുള്ളതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്ത വഹി എപ്പോഴാണ് ഇറങ്ങുന്നത് പറയാൻ കഴിയൂല. ഇപ്പൊ 20 മുതൽ 24 വരെയാണ്, 4 കൊല്ലാണ് ആയത്. സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ പിശാച് ഇളകും എന്നതിന്റെ നേർ സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൗഷാദ് ഹസനി ഉസ്താദിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചു. അവർക്കത് സത്യമായിരിക്കാം. ആ വിഷയത്തിൽ ആ ആരോപണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളും ആ വിഷയവുമായി സംബന്ധിച്ചതിൻ്റെ നിജസ്ഥിതികളും പ്രമാണം വെച്ച് മാറ്റുരക്കാൻ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ട്? ഇസ്തിഗാസയുമായി ബന്ധപ്പെടുന്ന ചെറിയ ലളിതമായ ഒരു സംശയത്തിനാണ് എഴുന്നേറ്റ് നിന്നത്. വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് ബായ്ക്കൂടാവു തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിൽ പ്രതീക്ഷയർപ്പിച്ച ഒരാൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് അപേക്ഷിക്കുകയും രോഗം മാറുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖ് എൻ്റെ രോഗം മാറ്റി, അഥവാ മുഹിയുദ്ദീൻ ഷെയ്ഖ് മുഖേന അള്ളാഹു എൻ്റെ രോഗം മാറ്റി എന്ന് പറയാതെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എൻ്റെ രോഗം മാറ്റി എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും അദബുകേടോ ശരിയില്ലായ്മയോ ഉണ്ടോ എന്നതാണ് സംശയം. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം വളരെ സമഗ്രമായി നമ്മുടെ ഇമാമുകളെല്ലാം വിശദീകരിച്ചതാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏത് കാര്യം ആരോട് ചോദിച്ചാലും അതെല്ലാം തരുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു തആല മാത്രമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ആരോട് എന്ത് ചോദിച്ചാലും അതിൻ്റെ എല്ലാം യഥാർത്ഥത്തിൽ ഹഖീഖത്തൻ മസ്ഊൽ ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ മഹാന്മാര് അതിന് നിമിത്തമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നിമിത്തമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കിതാബാണ് ഷറഹുൽ അഖായിദ്. ഈ ഷറഹുൽ അഖായിദിൽ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്, എല്ലാറ്റിനെയും ഖൽഖ് ചെയ്യുന്നവൻ അള്ളാഹുവാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകി, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ഹിദായത്താക്കും വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന അർത്ഥത്തിലുള്ള ഖുർആനിക വചനങ്ങൾ കാണാം. അത് വഖത് തുലീഫുൽ ഹിദായത്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജാസൻ, അത് മജാസാണ്. അപ്പോൾ ആലങ്കാരികമായ പ്രയോഗമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ബി ത്വരീഖി തസബ്ബുബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നിമിത്തമാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവർ കാലോചിതമായി സംസാരിക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾ അവരുടെ മുമ്പിൽ എങ്ങനെയാണ് പല പദപ്രയോഗങ്ങളും നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇമാമുകൾ പറഞ്ഞു. മറ്റുള്ളവർ സംശയിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്ന പദങ്ങളെ ഒഴിവാക്കലാണ് അഭികാമ്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സംശയങ്ങൾക്കും വകയില്ലാത്ത പദം പറയലാണ്
സാധാരണക്കാരുടെ ഈമാൻ സ്ഥിരപ്പെടുത്താൻ ഏറ്റവും നല്ലത് എന്നർത്ഥത്തിൽ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്താറുണ്ട്. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സഹായിക്കും, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ സഹായിക്കും, നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും അവിടെ നിന്ന് കേൾക്കും, നമ്മെ സഹായിക്കും എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന് യാതൊരു കേടുമില്ല, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ കാരണമായി അള്ളാഹു നമ്മെ സഹായിക്കും എന്നർത്ഥത്തിലാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ യുക്തിവാദികളും വഹാബികളും അടക്കമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും പാവപ്പെട്ടവരുടെ ഈമാൻ കളയാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കലാണ് നല്ലത് എന്ന അർത്ഥത്തിൽ ഇമാമുകളൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളും ഔലിയാക്കളും നമ്മെ സഹായിക്കും. അവർക്കത് എവിടെ വെച്ചും എവിടുന്നും നമ്മെ സഹായിക്കാൻ കഴിയും, അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു തആല അവർക്ക് അപ്പോൾ കൊടുക്കുന്ന കഴിവനുസരിച്ച് അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കുക, എൻ്റെ ചോദ്യം, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എൻ്റെ രോഗം മാറ്റി എന്ന് ഒരാൾ വിശ്വസിക്കുകയും പറയുകയും നിരന്തരം പറയുകയും ചെയ്താൽ അതിൽ വല്ല അദബ് കേടും ശരിയില്ലായ്മയും ഉണ്ടോ? സദസ്സൊക്കെ കേട്ടതാണ് എൻ്റെ ചോദ്യം. സിമ്പിളാണ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എൻ്റെ അസുഖം മാറ്റി സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞാൽ, അതിൽ ആ പറച്ചിലിൽ വല്ല അദബ് കേടും, ഇസ്തിഗാസയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മുഖാമുഖങ്ങളൊക്കെ നടത്തിയ നമ്മൾ അതൊക്കെ കേട്ടിട്ടൊരു വ്യക്തി മുഹിയുദ്ദീൻ ശൈഖ് എൻ്റെ രോഗം മാറ്റി എന്ന് വിശ്വസിച്ച് സന്തോഷത്തോടു കൂടി പറഞ്ഞാൽ അതിൽ വല്ല അദബ് കേടും ശരിയില്ലായ്മയും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ബാക്കിയൊക്കെ നമ്മൾക്ക് സാധാരണ അറിയണതാണ്, ഇസ്തിഗാസയും തവസ്സുലൊക്കെ. ഈ പ്രയോഗത്തിൽ എന്തെങ്കിലും അദബ് കേടുണ്ടോ ശരിയില്ലായ്മയുണ്ടോ അത് മാത്രം അറിഞ്ഞാൽ മതി. അത് വിശദീകരിച്ചു. വൈദാ മരിൽതു ഫഹുവ യശ്ഫി, ഞാൻ രോഗിയായാൽ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോ യഥാർത്ഥത്തിൽ സുഖപ്പെടുത്തുന്നവൻ, യഥാർത്ഥത്തിൽ സഹായം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് മറ്റുള്ളവരൊക്കെ അതിന് നിമിത്തമാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ പദപ്രയോഗം കൊണ്ട് ഒരു പ്രശ്നമില്ല, നമ്മൾ അങ്ങനെ പറയുന്നവരാണ്. അതേ സമയത്ത് പലരും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയുള്ള പദങ്ങൾ ഒഴിവാക്കലാണ് നല്ലത് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പോ അള്ളാഹുവിന്റെ മഹാന്മാര്, ഔലിയാക്കൾ, അമ്പിയാക്കൾ സഹായിക്കും എന്ന് അവർ നിമിത്തമാകും എന്ന അർത്ഥത്തിൽ, എന്ന വിശ്വാസത്തിലൂടെയുള്ള സഹായം, ആ സഹായം അങ്ങനെ തന്നെ പറയുന്നതുകൊണ്ട് വിരോധമില്ല. അത് നമ്മൾ പറയുന്നതാണ്, കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്, വിശദമായിട്ട് നമ്മൾ വിശ്വസിച്ച് പോരുന്നതാണ്. എന്നാൽ അത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മെ ശിർക്കും കുഫറുമായി ആരോപിക്കുന്നവരാണ് വഹാബികൾ, പുത്തൻവാദികൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ നൽകുന്നവൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ സഹായിക്കും എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള വാചകങ്ങൾ ഉപേക്ഷിക്കലാണ് അഭികാമ്യം എന്നത് ഇമാമുകളൊക്കെ എഴുതി വെച്ചതുമാണ്. ഞാൻ ചോദിച്ചത് കുഴപ്പമുണ്ടോ ഇല്ല എന്നല്ല എൻ്റെ ചോദ്യം. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഖ്തിയാർ അനുസരിച്ച്, അവിടുത്തെ അള്ളാഹു കൊടുത്ത കറാമത്തിൽ നിന്ന്, അവിടുത്തേക്ക് കൊടുത്ത അധികാരത്തിൽ നിന്ന്, അവിടുത്തെ ഇഖ്തിയാർ അനുസരിച്ച് തന്നെ സഹായിച്ചുവല്ല, രോഗം മാറ്റി, എൻ്റെ അസുഖം മാറ്റി, അവിടുത്തെ ഇഖ്തിയാർ അനുസരിച്ച് മുഹിയുദ്ദീൻ ശൈഖ് എൻ്റെ രോഗം മാറ്റി എന്ന് പറഞ്ഞാൽ വല്ല അദബ് കേടും ശരിയില്ലായ്മയും ഉണ്ടോയെന്നാണ് ഞാൻ ആദ്യം മുതലേ ചോദിക്കണേ. ഞാൻ ചോദിക്കണേ കുഴപ്പമുണ്ടോ ഇല്ല, കുഴപ്പമില്ല, ശിർക്കല്ല, കുഫ്രല്ല. മുഹിയുദ്ദീൻ ശൈഖ് മുഖേന അള്ളാഹു എൻ്റെ രോഗം മാറ്റി എന്ന് പറയാതെ മുഹിയുദ്ദീൻ ശൈഖ് എൻ്റെ രോഗം മാറ്റി എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ അതിൽ വല്ല അദബ് കേടും ശരിയില്ലായ്മയും ഉണ്ടോയെന്നാ ചോദ്യം കേട്ടോ. അദബ് കേടും ശരിയില്ലായ്മയുണ്ടോ, കുഴപ്പമുണ്ടോന്നല്ല. ഞാനിപ്പോൾ 2 പ്രാവശ്യം മറുപടി പറഞ്ഞപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? പറഞ്ഞില്ലേ നമ്മൾ? പക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ല. നിങ്ങൾ എന്താ പറയുക, നമ്മൾ ഉത്തരം പറയുന്ന സമയത്ത് അടുത്ത അതിനെ എങ്ങനെ ഗണ്ണിക്കാം എന്നാണ് നിങ്ങളെ മൈൻഡ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാതെ പോകുന്നത് സുഹൃത്തെ. അപ്പോൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു എന്താണത്, അതിനെ സംബന്ധിച്ച് 2 പ്രാവശ്യം ഞാൻ ഇവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവരും കേട്ടു, എല്ലാവർക്കും കാര്യം വ്യക്തമായി. പക്ഷെ നിങ്ങൾ എന്താണ്, അതൊരു സൈക്കോളജി പ്രശ്നമാണ്. ഞാൻ പറയുന്ന മറുപടിയിലല്ല നിങ്ങളെ ശ്രദ്ധയുള്ളത്. നിങ്ങളതിനെ എങ്ങനെ ഗണ്ണിക്കാം, അതിനെ മറുചോദ്യം എന്താ, അത് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയാണ്, മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവർ അള്ളാഹു തആലയിൽ നിന്ന് ലഭിക്കുന്ന സഹായം കൊണ്ട്, കഴിവ് കൊണ്ട്
അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ നൽകുന്നവൻ, സഹായിക്കുന്നവൻ എന്ന വിശ്വാസത്തിൽ മഹാന്മാരോട് നമ്മൾ സഹായം ചോദിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അവരതിന് നിമിത്തമാകും എന്ന അർത്ഥത്തിൽ നമുക്ക്, ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എന്നെ സുഖപ്പെടുത്തി, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ എന്നെ സഹായിച്ചു, മഹാനവറുകൾ അതിന് നിമിത്തമാകും എന്ന അർത്ഥത്തിൽ പറയുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്, കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. അതേ സമയത്ത് തെറ്റിദ്ധാരണാജനകമായ വാചകങ്ങൾ അതിൻ്റെ ആ സാഹചര്യാനുസൃതം പറയുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതുമാണ് എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. നിമിത്തം ആണോ അല്ല എന്നല്ല ഞാൻ ചോദിച്ചത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത കറാമത്ത്, അധികാരം, വിലായത്ത്, അത് ഇഖ്തിയാരിയായിട്ട് അതിൽ നിന്ന് തരും. നേരത്തെ ചോദിച്ചതിന് അതപകേടുണ്ടോ ഉസ്താദെ അതപകേടുണ്ടോ വാക്കില്? കഴിഞ്ഞല്ലോ, നിങ്ങൾ ചോദ്യം കഴിഞ്ഞു. 3 വട്ടം ഇവിടെ മറുപടി പറഞ്ഞു. ഇത്രയും 3 വട്ടം മറുപടി പറഞ്ഞും തിരിയാത്തോർക്ക് ഇനി 100 വട്ടം പറഞ്ഞാലും തിരിയില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത ആളുകൾ ചോദിക്കും. 3 വട്ടം ഈ പറഞ്ഞത് തന്നെ പറയാ, ചോദിച്ചതന്നെ വീണ്ടും ചോദിക്കുക, വീണ്ടും പറയാ, വീണ്ടും ചോദിക്കുക. അതിന് നിങ്ങൾക്ക് വേറെ വല്ല സദസ്സിലൊക്കെ നോക്കുക. 1 വട്ടം മറുപടി പറഞ്ഞു, 2 വട്ടം മറുപടി പറഞ്ഞു, 3 വട്ടം മറുപടി പറഞ്ഞു. അപ്പൊ മൂപ്പറ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, അതിങ്ങനെ കിട്ടണം. അതിന് ഈ വലിപ്പമുള്ള വേറെ സദസ്സുകൾ നോക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യത്തിന്റെ വ്യക്തവും കൃത്യവുമായ മറുപടികൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത ചോദ്യം വേറെ ആളുകൾക്ക് ചോദിക്കാവുന്നതും ആണ്. ഇതേ ചോദ്യമാണെങ്കിൽ ഇനി വേറെ ആരും ചോദിക്കേണ്ടതില്ല. വീണ്ടും പറയാണ്. അസ്സലാമു അലൈക്കും ഉസ്താദേ, ഇത് മുഅ്ജിസത്തും കറാമത്തും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുകയാണ്. അഥവാ ഒരു സുലൈമാൻ സഖാഫി മാളിയക്കൽ ഉസ്താദ് എഴുതിയൊരു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞൊരു പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള അതിലൊരു പരാമർശം ചില വഹാബികൾ അതെടുത്തിട്ടുകൊണ്ട് എന്നോട് പറയുകയുണ്ടായി അത് ഇസ്ലാമികമല്ല. അങ്ങനത്തെ ഒരു വാദം ശരിക്ക് ഇസ്ലാമിലില്ല എന്ന് പറയും. വാദം അതായത് മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും അമ്പിയാൾക്കും അവർക്ക് ഇഷ്ടാനുസരണം യഥേഷ്ടം ഉപയോഗിക്കാം. അള്ളാഹു നൽകിയ അധികാരം ഉപയോഗിച്ച് അത് ഉപയോഗിക്കാം. അതായത് ഇതിൽ ഉസ്താദ് എഴുതിയത് ഇഷ്ടാനുസരണ മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാനുള്ള സിദ്ധി നുബുവത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ശേഷം പിന്നീട് എഴുതുന്നു, ഇതെല്ലാം അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടതാണ് എങ്കിലും പ്രവാചകരുടെ ഇച്ഛാനുസരണം അത് നടക്കുന്നതിനാലാണ് അവരിൽ ചേർക്കപ്പെട്ടത് എന്ന വാക്ക്. ഇത് കേട്ടിട്ട് വഹാബികൾ പറയുന്നു അങ്ങനെ ഒരിക്കലും ഇസ്ലാമികമല്ല, അവർക്ക് അങ്ങനെ ഇഷ്ടാനുസരണം യഥേഷ്ടം അവർക്ക് കറാമത്തും പ്രകടിപ്പിക്കാൻ കഴിയില്ല, മുഅ്ജിസത്തും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചോദ്യം. ഉദാഹരണത്തിന് ഈ മൈക്കൊക്കെ എനിക്ക് നിങ്ങൾ തന്ന ഒരു അധികാരത്തിൻ്റെ പേരിലാണ് ഈ മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ എനിക്ക് പ്രസംഗിക്കാം, ഈ പ്രസംഗം എൻ്റെ ഇഷ്ടാനുസരണം നിർത്താം. അതേപോലെ ഞാൻ പറഞ്ഞു ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയ അധികാരമാണ് മുഅ്ജിസത്തും കറാമത്തും. അതനുസരിച്ചിട്ട് അവർക്ക് അവരുടെ ഇഷ്ടാനുഷ്ഠാനം മുഅ്ജിസത്തും കറാമത്തും നടപ്പാക്കുക എന്നത് തന്നെയാണ് സുലൈമാൻ സഖാഫി എഴുതിയ ഈ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് ഇതിലെ അഹ്ലു സുന്നയുടെ പ്രമാണങ്ങളിൽ ഇത് ഇങ്ങനെ ഇഷ്ടാനുസരണം ഔലിയാക്കൾക്ക് കറാമത്തും അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഔലിയ കറാം പ്രകടിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ, എന്താണ് നമ്മുടെ അഹ്ലു സുന്ന അതിന് നൽകുന്ന പ്രമാണങ്ങൾ എന്നതാണ് എൻ്റെ ചോദ്യം. അതെ, അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർക്ക് മുഅ്ജിസത്ത് കറാമത്തുണ്ട്. ആ കറാമത്ത് ലഅന്ന മുഅ്ജിസത്തൽ അംബിയാഇ വകറാമാത്തിൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം, അവരുടെ മരണത്തോടുകൂടെ അത് മുറിഞ്ഞു പോകുന്നില്ല. മരണത്തിന് ശേഷവും ആ കറാമത്തും മുഅ്ജിസത്തും ഉണ്ടാകും. ആ കറാമത്ത് വതകൂനു ലിആസത്തു മിന്നു എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്ന അഹ്ലൽ ഹഖ്, ശരിയായ പണ്ഡിതന്മാർ, അലാ അന്നഹു യഖഉ മിനൽ ഔലിയാഇ ബിഖസ്ദിൻ വബിഗൈരി ഖസ്ദിൻ ഉമൂറൻ ഖാരിഖത്തുൽ ലിൽ ആദതി, സാധാരണയ്ക്ക് വിപരീതമായ അത്ഭുതങ്ങൾ, കറാമത്തുകൾ, മോചിതത്തുകൾ അവരുടെ ഇഖ്തിയാർ അവർ ഉദ്ദേശിക്കുമ്പോഴും ഉണ്ടാകും, ഉദ്ദേശിക്കാതെയും ഉണ്ടാകും. അപ്പം നമുക്ക് സാധാരണ കാര്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ മഹാന്മാർക്ക് അസാധാരണ കാര്യങ്ങൾ ഉണ്ടാകും. ആ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയാണോ കൊടുക്കുന്നത് അത്രയുണ്ടാകും. അത് ഭൂമിയിലാണോ ആകാശത്താണോ ലൗഹിലാണോ കലമിലാണോ ആകാശത്താണോ ഭൂമിയിലാണോ ദുനിയാവിലാണോ ആഖിറത്തിലാണോ എന്ന ഒരു പരിധി നിശ്ചയിക്കാൻ നമുക്കാർക്കും അധികാരമില്ല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്
ഈ സർവ്വലോകത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് വ്യവസ്ഥാപിതമായി സംവിധാനിച്ച് അതിനെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്ന മുദബ്ബിർ അത് അല്ലാഹു തആല മാത്രമാണ്. എന്നാൽ അള്ളാഹു അവൻ്റെ ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് അവർ ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്തും കൊടുക്കും. അതിന് ഒരു പരിധി നിശ്ചയിക്കാൻ ഒരാൾക്കും അധികാരമില്ല. മഹാന്മാരുടെ കറാമത്ത് പറയുമ്പോൾ വഹാബികൾ പറയും, അതെങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ബാഗ്ദാദിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ധാരാളം ഭാഷയിൽ ഒരേ സമയത്ത് വിളിക്കുമ്പോൾ കേൾക്കുക, അതെങ്ങനെ കഴിയോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലാഹു തആല യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, നമുക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ഇതാണ് മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളുടെ മോചിതത്തി കറാമത്തി എന്ന് പറയുന്നത്. അതിന് ബലകമായിട്ട് അഥവാ ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് മുഅ്ജിസത്തും കറാമത്തും യഥേഷ്ടം പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രമാണങ്ങളൊന്നും ഉദ്ധരിക്കാൻ സാധിക്കും. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് വിശദമായിട്ട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ജുറൈജ് റളിയല്ലാഹു അൻഹു തൻ്റെ പേരിൽ ഒരു ആരോപണം ഉയർന്നപ്പോൾ ആ ആരോപണത്തിന് വിധേയരായ സ്ത്രീ പ്രസവിച്ച ആ കുഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കുഞ്ഞിനോട് മോനെ മൻ അബൂക്ക എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി സംസാരിച്ചു. അതുപോലെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ ധാരാളം കറാമത്ത് മഹാന്മാർ അവരുടെ ഇഷ്ടാനുസരണം നടത്തിയത്, അവരുദ്ദേശിക്കുമ്പോൾ ആ കറാമത്തുകൾ നടത്തിയത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ആസിഫ് ബിൻ വർഖി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഫലസ്തീനിൽ നിന്ന് 2050 കിലോമീറ്റർ അകലെയാണ് സബഇ എന്ന് പറയുന്ന നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ നിന്ന് മഹാനായ ആസിഫ് ബിൻ വർഖി റളിയല്ലാഹു അൻഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ട മുറക്ക് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്, നിമിഷാർദ്ധം കൊണ്ട് ഞാൻ കൊണ്ട് തരാം എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തു. പരിശുദ്ധ ഖുർആൻ പറയും. ഓക്കെ, അത് പ്രമാണങ്ങളിൽ പ്രമാണബദ്ധിതമാണ് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതായത് ഈ കാര്യങ്ങൾ വഹാബികൾ വല്ലാതെ ഇത് ഒരിക്കലും ഔലിയാക്കൾക്ക് അവർക്ക് ഇഷ്ടപോലെ കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് അത് അള്ളാഹു കറാമത്തൊക്കെ ഉണ്ട്, വിലായത്തും മറ്റതൊക്കെ ഉണ്ട്, പക്ഷേ ഇഷ്ടം പോലെ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദം അവർക്കുള്ള. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അത് അവർക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദെ, നമ്മൾ ചെറുപ്പകാലം മുതലേ മദ്രസകളിൽ പഠിച്ചു വന്നതാണ് റസൂലുള്ളാഹിക്ക് ഒരിക്കലും നിഴലുണ്ടാവില്ല എന്നുള്ളത്. അതിന് നേരെ എതിർവാദമാണ് വഹാബികൾക്കുള്ളത്. അപ്പം നമ്മുടെ നാടുകളിലൊക്കെ ഈ അടുത്ത ഇടയായിട്ട് പ്രചരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് പേരോട് ഉസ്താദിൻ്റെ പേരിൽ. മുസ്നദിൽ റസൂലുള്ളാഹിൻ്റെ നിഴൽ സൈനബ് ബീവി കണ്ടു എന്ന രീതിക്ക് ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. അത് ശരിക്കും റസൂലുള്ളാഹിൻ്റെ നിഴൽ തന്നെയാണോ കണ്ടത്? അങ്ങനെ നിഴൽ ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു കിതാബ് ഉദ്ധരിച്ച് ഉസ്താദിന് പറയാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ സർവ്വലോകത്തിൻ്റെയും നിദാനമാണ്. അള്ളാഹു തആല അവിടത്തേക്ക് നൽകിയ മഹത്വം വളരെ വലുതാണ്. ഒരാൾക്കും ആ ഒരു മഹത്വം കൊടുത്തിട്ടില്ല. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ തഹത്തിൽ നടക്കുമ്പോൾ ആ സൂര്യചന്ദ്രൻ്റെയും മറ്റു വെളിച്ചത്തിൻ്റെയും അപ്പുറത്തുള്ള നിഴൽ എന്നർത്ഥത്തിലുള്ള നിഴല് അള്ളാഹുവിൻ്റെ റസൂലിന് ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ ആലിമീങ്ങളും എല്ലാ ഇമാമുകളും എഴുതി വെച്ചതും പറയുന്നതും പഠിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ അതിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് ചില അത്ര തേക്കുമ്പോഴേക്ക് മറഞ്ഞു പോകാവുന്നതാണ് എന്ന അർത്ഥത്തിലുള്ള ചില പ്രയോഗങ്ങൾ ചില കള്ളത്തൊരീഖത്തിൽ പെട്ടുപോയ പിഴച്ച ചില കക്ഷികൾ പറയുന്നുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമാണ്. അങ്ങനെയുള്ള എല്ലാ വഹാബികളുടെയും എതിരായ ആശയമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു നിഴലും ഉണ്ടായിട്ടേ ഇല്ല. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷറഫാണ്. അതിന് കാരണമായിട്ട് ഇമാമുകൾ പലതും പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നിഴൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിലത്ത് തട്ടി പലരും ചവിട്ടി പോകാനിടയാകും, അല്ലെങ്കിൽ മ്ലേച്ഛമായ സ്ഥലങ്ങളിൽ വീഴാൻ ഇടയാകും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല അതിന് പോലും അവസരം കൊടുക്കാതെ
അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു തആല ആദരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ അർത്ഥത്തിൽ അഥവാ വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴല് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. മഹാനായ പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, 40 കൊല്ലമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഇന്ന് കാണുന്ന ഏത് വഹാബിയും നിരീശ്വരവാദിയും യുക്തിവാദിയും കള്ളത്വരീഖത്തും തബ്ലീഗ് ജമാഅത്തും അടക്കമുള്ള മുഴുവൻ പുത്തൻവാദികളെയും ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഉസ്താദിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഇവിടെ പല കള്ളത്വരീഖത്തുകാരും ഉന്നയിക്കുന്നുണ്ട്. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവിടുന്ന് പറയാത്ത ആരോപണം ഉന്നയിച്ചതുപോലെ ഇന്നത്തെ ആലിമീങ്ങളുടെ പേരിലും അവർ പറയാത്ത ആരോപണങ്ങൾ പലരും പറയുന്നുണ്ട്. അതിലാരും വഞ്ചിതരാകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ്, അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാനുള്ളൊരു അവസരം തരണം. അല്ലല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലിപ്പിലുള്ളത് നിഴൽ ഇല്ല, നിഴൽ എന്ന നിഴൽ ഇല്ല, അതിന്റെ വിശദീകരണമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അതില് ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു സഹോദരന്റെ ചോദ്യത്തിന് മറുപടി എന്ന രീതിക്ക് പറയുന്നുണ്ട്, നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും ഇല്ല എന്നല്ല, നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും എങ്ങനെയും ഉണ്ട് എന്നുമല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെങ്ങനെ വിശദീകരിച്ചു തരിക? കാരണം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചത് കണ്ടിട്ടാണ് ഞങ്ങൾ. അതെ പറയട്ടെ, ഞാൻ ഇതും കൂടി കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു മുഴം നീട്ടി അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മറുപടി ശ്രദ്ധിക്കുക. അതായത് നിഴൽ എന്ന പദം മലയാള പദമാണ്. അതിന് ശബ്ദധാരാവലി എടുക്കും, അതിന് പല അർത്ഥങ്ങളുണ്ട്. നിഴൽ എന്ന് പറയുമ്പോൾ വെളിച്ചത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിൽ ഒരർത്ഥമാണ് നിഴലിൻ്റെ. അതുപോലെ പിന്നെ പ്രതിബിംബം, കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നതിന് നിഴൽ എന്ന് പറയാം. അതുപോലെ നമ്മൾ ഒരാളെ കാണുന്ന ഒരു അവ്യക്തമായ ഒരു കാഴ്ചയുണ്ട്, ആ കാഴ്ചക്കും നിഴൽ എന്ന് പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവൻ്റെ ഒരു നിഴലാട്ടം കണ്ടു എന്ന്. കാണുന്നത് എന്താണെന്ന് വ്യക്തമാകൂല ചിലപ്പോൾ. അപ്പോൾ അവൻ്റെ ഒരു നിഴലാട്ടം കണ്ടു എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളതാണ്. പച്ച മലയാളമല്ലേ ഇതെല്ലാം. അപ്പോൾ ആ അർത്ഥത്തിൽ നിഴൽ എന്ന പദത്തിന് ഒരുപാട് അർത്ഥം. പണ്ട് വഹാബികളോട് പറഞ്ഞ പോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുമല്ലോ, ആ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ പ്രാർത്ഥന എന്ന മലയാള പദത്തിന് എത്ര അർത്ഥമുണ്ട്? അപ്പോൾ വഹാബികൾ പറയും പ്രാർത്ഥന ശിർക്കാണ് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഏതർത്ഥങ്ങൾ ഉദ്ദേശിച്ചത്? അതിന് വെളിച്ചത്തിന്റെ അപ്പുറത്തുള്ള ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴലും ആരും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് സൈനബ റളിയല്ലാഹു അൻഹയെ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്യക്തമായ ഒരു രൂപം കണ്ടു. അതിന് ലില്ലി എന്നാണ് അറബിയിൽ പറയുന്നത്. അത് ഹദീസിലുള്ളതല്ലേ? അത് സലാം സുല്ലമി പറഞ്ഞ പോലെ ആ ഹദീസിനെ അങ്ങ് തള്ളാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ ആ നിഴൽ എന്ന് പറയാം, മലയാളമെങ്കിലും പഠിക്കണം. ഈ ആരോപണങ്ങൾ നിങ്ങളോടല്ല കേട്ടോ, ഇത് നിങ്ങളെ ഇത് പറഞ്ഞു തന്ന് പിന്നെ വിട്ടവർ, അതല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ കാലങ്ങളായിട്ട് ഉന്നയിച്ചിരിക്കുന്നവർ, അവർ ചുരുങ്ങിയത് മലയാളമെങ്കിലും പഠിക്കണം. അറബി അതായാലും അറിയൂല, എന്നാൽ പിന്നെ മലയാളമെങ്കിലും പഠിക്കണ്ടേ? ഇത് ശബ്ദധാരാവലി ആർക്കും കിട്ടുന്ന ഡിക്ഷണറി അല്ലേ? അത് മലയാളത്തിന്റെ അർത്ഥമില്ലേ അത്? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലില്ലി എന്ന് പറയുന്ന പദം ഹദീസുകളിലുണ്ട്. അതുപോലെ തന്നെ ഹത്താ റഅയ്തു ലില്ലി വലില്ലക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ, നിരവധി ഹദീസിൽ ആ പദം വന്നിട്ടുണ്ട്. അപ്പോൾ ലില്ലി എന്ന് പറയുമ്പോൾ അതിന് മലയാളത്തിലുള്ള ആ അർത്ഥമാണ്, അതിന് പല അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശത്തിനപ്പുറത്ത് കാണുന്ന ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള നിഴല് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. കാരണം അവിടുന്ന് നൂറാണ്. ആ നൂറിന് ഒരിക്കലും ദുൽമത്ത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവൂല. ആ അർത്ഥത്തിലുള്ള ഒരു നിഴലും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദെ, മുസ്നദിലെപ്പോൾ പേരുടെ ഉസ്താദ് അത് കണ്ടു എന്ന് പറയുന്ന നിഴൽ, അതാണ് ഒന്ന് വിശദീകരിക്കാവോ? അതല്ലേ ഇപ്പൊ പറഞ്ഞത് സുഹൃത്തെ. ഈ നിഴൽ എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ ആ സംഭവം ഇവിടെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. എന്താണത്? ഞാനൊന്ന് വിശദീകരിക്കാം. സൈനബ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഫിയ ബീവിയും ഒരു യാത്ര പോവാണ്. ആ യാത്ര പോയിക്കൊണ്ടിരിക്കെ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകത്തിന് ചെറിയൊരു ക്ഷീണം വന്നു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ ബീവിയോട് പറഞ്ഞു, നിങ്ങളൊരു ഒട്ടകം സഫിയാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സഫിയ ബീവിയോട് പറഞ്ഞുപോയി, ആ യഹൂദിയത്തിന് ഞാൻ എൻ്റെ ഒട്ടകം കൊടുക്കാം എന്ന് പറഞ്ഞു. യഹൂദിയത്ത് എന്ന് പറയുന്ന ഒരു വാചകം മഹദിയോട് പറഞ്ഞുപോയി. അത് വളരെ ഗൗരവമുള്ളതാണ്. ഒരാളെയും ചീത്ത പറയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ തെറി പറയാൻ പാടില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് പറയാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. അവിടുന്ന് സൈനബ ബീവിയോട് പിണങ്ങി. 2 മാസം അല്ലെങ്കിൽ 3 മാസം റസൂലുള്ളാഹി തങ്ങൾ പിണങ്ങി. എന്നിട്ട് അപ്പോൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ പ്രതീക്ഷിക്കുന്നേ ഇല്ല സൈനബ റളിയല്ലാഹു അൻഹ.
ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ അവിടുന്ന് ഒരു പുരുഷന്റെ രൂപം ഇങ്ങനെ വരുന്നുണ്ട്. ആരാണ് എന്ന് വ്യക്തമല്ല. അങ്ങനെ അവ്യക്തമായ കാഴ്ചക്ക് ലില്ലി എന്ന് പറയാം. ആ ലില്ലി എന്ന പദത്തിന്റെ നേരെ അർത്ഥം നിഴൽ എന്നാണ്. അതിന്റെ അർത്ഥം വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവ്യക്തമായ ഒരു രൂപം. ആ അർത്ഥമാണ് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാർക്കും മനസ്സിലാകുന്നതാണ്. അത് ഉസ്താദ് എന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ടും അതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണ്. പണ്ട് ഒരു രോഗി എണീറ്റ് പറഞ്ഞല്ലോ, ഞാൻ മരിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അലജ്ജ മരിച്ചിട്ട് കിടക്കവിടെ എന്ന് പറയുന്ന ശൈലിയാണ് സഹോദരന്മാരെ അത്. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പ്രമാണത്തിന് നിരക്കാത്ത ഒന്നും പറയില്ല. അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളുടെ കാവലുകാരാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വാളക്കുളം ഉസ്താദ് ഇപ്പം വിശദീകരിച്ച ഒരു ചോദ്യത്തിൽ തന്നെയാണ് എൻ്റെയും ഒരു സംശയം ഉയർന്നത്. പേരോട് ഉസ്താദ് വിശദീകരിച്ച ഫറഅത്ത് ലില്ലഹു സൈനബ ബീവി ആ നിയല് കണ്ടു എന്ന് ഉസ്താദ് പറഞ്ഞ ആ നിയല്, ഭൂമിയിൽ പതിഞ്ഞ ആ നിയല്, ഉസ്താദ് ഈ ഡിക്ഷണറി എടുത്ത് വിശദീകരിച്ച ഏത് നിയലാണ്? അത് കണ്ണാടി നിയലാണോ അതല്ല ഇരുട്ടിൻ്റെ അപ്പുറമുള്ള വേറെ ഏതോ നിയലാണോ? അത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ നിയൽ വിഷയത്തിൽ മുമ്പ് അലവി സക്കാഫി ഉസ്താദും മുജാഹിദുകളൊക്കെ തമ്മിൽ വലിയ തർക്കവും പിന്നെ മുഖാമുഖവും ഒക്കെ നടന്നതാണ്. അതുകൊണ്ടാണ് ഇത് ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അസീസ് സക്കാഫി വളരെ കൃത്യമായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഉയർച്ചയും കാണുന്നതിൽ അസൂയപ്പെടുന്ന ചില കള്ളത്തൊരീക്കത്തുകാരുണ്ട്. അവർക്ക് ഇത്തരം പരിപാടികൾ കോളാക്കണം എന്ന ഒരു നിയത്തുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി അതിൻ്റെ മറുപടി വാളക്കുളം സക്കാഫി ഉസ്താദ് പറഞ്ഞു. നിഴൽ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥമുണ്ട്. അവിടെ നിഴലാട്ടം എന്ന് നമ്മൾ പറയാറുണ്ട്. ബീവി സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കുറച്ച് അകന്നു നിന്നു ആ വാക്ക് പ്രയോഗത്തിൻ്റെ പേരിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്ന നബി തങ്ങളുടെ അവ്യക്തമായ രൂപം കണ്ടു. അപ്പം അതിന് നിഴലാട്ടം എന്ന് പറയാം. ഹദീസിൽ വില്ല് എന്ന് വന്നതുകൊണ്ട് അവിടെ സലാം സുല്ലമി ഹദീസ് വലിച്ചെറിയുന്നത് പോലെ സുന്നികൾക്ക് ഹദീസ് വലിച്ചെറിയാൻ പറ്റൂല. അഭിയുന്നരായ പേരോട് ഉസ്താദിൻ്റെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കേരളത്തിൽ മുഴുവനും സുന്നികളും കേട്ടിട്ടുള്ളതാണ്. എന്നെക്കുറിച്ച് ഹബീബായ മുത്തുനബിയെക്കുറിച്ച് നേലുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ പൊരുത്തപ്പെടില്ല, ഞാൻ അങ്ങനെ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നെടുംതൂണാകുന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനുള്ള ചില കള്ളത്തൊരീക്കത്തുകാരുടെ കുതന്ത്രത്തിന് ഒരിക്കലും വഴിതരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അതിന് സമ്മതവുമല്ല. ഇത് മനസ്സിലാകാൻ പറ്റുന്നിടത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കള്ളത്തൊരീക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശാൻ അവനാണ് പറഞ്ഞത് ഞാൻ മുത്തുനബിയുടെ ഷാർ മുബാറക്കിന് ഈ അത്തറ് തേച്ചപ്പോൾ നിയല് കണ്ടു എന്ന് പറഞ്ഞത് ആ കള്ളത്തൊരീക്കത്തുകാരൻ അവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തേജോവധം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തലപ്പാവ് ധരിച്ചു പോകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഡ്രസ്സ് ധരിച്ചു പോകുമ്പോൾ ഒരു അത്തർ തേക്കുമ്പോഴേക്കും മുത്തുനബിയുടെ നൂറാനിയത്തിനെ മറക്കുന്ന നിഴലുണ്ട് എന്ന് പറഞ്ഞ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾ പറഞ്ഞ ആശയത്തിന് ഘടകവിരുദ്ധമായി പറഞ്ഞ അവൻ അപ്പോൾ റസൂലുള്ളാഹി കുപ്പായം ധരിക്കുമ്പോൾ, നബി തങ്ങൾ തലപ്പാവ് ധരിക്കുമ്പോൾ ആ ഒരു മറയുണ്ടാകുമ്പോൾ തങ്ങൾക്ക് നിഴലുണ്ടാകും എന്ന് പറയുന്നിടത്തേക്ക് എത്തിയ ഇത്തരം ആളുകളെ അഭിയൊന്നരായ സുൽത്താൻ ഉലമയും റഈസുൽ ഉലമയും അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അവരുടെ ആത്മീയതയിലും അവരുടെ തഖ്വയിലും മുസ്ലിം ഉമ്മത്തിന് യാതൊരു സംശയവുമില്ല. ആ കള്ളത്തൊരീക്കത്തുകാരൻ അവൻ ചേകനൂരായി പോകും എന്ന് വരെ അഭിയൊന്നരായ സുലൈമാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അറുവസളൻ ആശയങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള AP ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാർ അബ്ദുൽ അസീസ് സഖാഫി ഓരോ ദിവസവും അവരുടെ അണ്ണാക്ക് തറക്കും വിധം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പറഞ്ഞതല്ല നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാവിലെ നടത്തിയ പ്രഭാഷണത്തിന് വൈകുന്നേരം സ്വന്തം പ്രഭാഷണത്തിന് മറുപടി പറയുന്ന ഒരു മാനസിക രോഗിക്ക് ഇവിടെ ഞങ്ങൾക്ക് മറുപടി പറയാൻ സന്നദ്ധമല്ല. ആളുകൾക്ക് മനസ്സിലാകും വിധം, ആളുകൾക്ക് കൃത്യമാകും വിധം ഇവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദിനെതിരെ ഞങ്ങൾ സംസാരിക്കും.
സംസാരിക്കുമ്പോൾ, ഇവിടെയുള്ള ബിദ്അത്തുകാർക്കെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളടുത്ത് എന്തോ ഒരു സംഗതിയുണ്ട് എന്ന് പറഞ്ഞു വരികയാണ്. അഭിയൊന്നരായ സുൽത്താൻ ഉലമ അബ്ദുൽ അസീസ് സഖാഫിയെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ കൃത്യമായി അത് പറയണം, അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് വിട്ടതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, ഉറങ്ങുന്നവരെ നമുക്ക് അതിൽ നിന്ന് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോടും പ്രബോധകരോടും പറയാനുള്ളത്, അബ്ദുൽ അസീസ് സഖാഫി അക്കമിട്ട് ഈ കള്ളത്തൊരീക്കത്തുകാരുടെ ഓരോ വിദണ്ഡവാദങ്ങൾക്കും ആശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന്റെ യൂട്യൂബ് അത് കണ്ടാൽ ഇവന്മാര് ഏതവസ്ഥയിലാണ് എത്തിയത്. സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ചേകനൂര് മാത്രമല്ല, അതിനപ്പുറത്തേക്കും അവരെത്തും. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മിനിറ്റ്, എൻ്റെ പഠിക്കുന്ന കാലത്തുള്ള പരിചയമുള്ള ആളാണ് ഈ ഫാദിലി. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് കോട്ടൂർ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം പിന്നെ കാണുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞത്, ആ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയും കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിലൂടെ പോയാലാണ് നമ്മുടെ ആഖിറം രക്ഷപ്പെടൂ എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. തദ്ബീറുൽ ആലം അഥവാ ലോകത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ചിലർക്കുണ്ടെന്നത് ശരിയാണോ? ഉണ്ടെങ്കിൽ ആ സമയം അള്ളാഹുവിൻ്റെ റോള് എന്തായിരിക്കും? തദ്ബീറുൽ ആലവുമായി ബന്ധപ്പെട്ട് കള്ളത്തൊരീഖത്തുകാർ ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്, മുദബ്ബിറുൽ ആലം അള്ളാഹു തആല മാത്രമാണ്. ഈ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് അതിനെ വ്യവസ്ഥാപിതമായി പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. എന്നാൽ അള്ളാഹു തആല അവൻ്റെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ തുടങ്ങിയ മഹാന്മാർക്ക് കഴിവുകൾ കൊടുക്കും, പല അധികാരങ്ങളും കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ അതേ അധികാരമല്ല. അങ്ങനെയാണ് കള്ളത്തൊരീഖത്തുകാർ പറയുന്നത്. അതിന് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു ആ മൗലവി. എന്താ പറയുന്നത്? മാലിക്കുൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ. അല്ലാഹു തആല അൽ മുൽക്ക്, എല്ലാ അധികാരത്തിൻ്റെയും ഉടമയാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ ആ അധികാരങ്ങളൊക്കെ അവൻ ഉദ്ദേശിച്ചവർക്കാണ് കൊടുക്കും. അതെങ്ങനെ? അത് യുക്തിവാദികൾക്ക് വളം വെച്ച് കൊടുക്കുകയാണ്. പരിശുദ്ധ ദീനിനെ ആക്രമിക്കാൻ യുക്തിവാദികളെ സഹായിക്കുകയാണ്. യുക്തിവാദികളെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയ ഈ കള്ളത്തൊരീഖത്തുകാർ. കാരണം യുക്തിവാദിക്ക് ചോദിക്കാലോ, ലോകത്തിൻ്റെ മൊത്തം നിയന്ത്രണം എങ്ങനെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുക? അതെങ്ങനെ സാധ്യമാവോ? അത് ലോജിക്കലി ഇമ്പോസിബിളായ കാര്യമില്ലേ എന്ന് ചോദിച്ചാൽ, മുഅ്മിനീങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസികൾ ഉത്തരം മുട്ടിപ്പോകാൻ വേണ്ടി യുക്തിവാദികൾക്ക് വളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് കൊടുക്കും. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്ന തഫ്സീറിൽ, എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹും ലമ്മാ കാനൂ സാബിഖീന ഫീ അദാഇ ത്വആതി മുതസാരിഈന ഇലൈഹാ ളഹറത് അമാനതുഹും ഫലിഹാദ സബബി ഫവ്വദല്ലാഹു ഇലൈഹിം തദ്ബീറ ബഅദിൽ ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അധികാരങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നിടങ്ങളിൽ അല്ലാഹു തആല കൊടുക്കും. അതിന് ഒരു പരിധിയില്ല. നമുക്കൊരു പരിധി ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കാൻ ഒരു സൃഷ്ടിക്കും അധികാരമില്ല. അത് അല്ലാഹു തആല കൊടുക്കും. എന്നാൽ അത് അള്ളാഹുവിൻ്റെ അതുപോലെയാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് ശിർക്കാണ്. തദ്ബീറുൽ ആലം എന്നത് അള്ളാഹുവിൻ്റെ മാത്രം ഖുസൂസാണ്, ഖുസൂസിയായ ഒരു സിഫത്താണ് എന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ മഖാസിദിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ കേട്ടു. കള്ളത്തൊരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സത്യത്തിൽ ഇവർക്കുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്, എന്നെപ്പോലെ പല ആളുകൾക്കും ആഗ്രഹമുണ്ട്. ഒന്ന് വിശദീകരിച്ചാൽ വളരെ നല്ലത്. അല്ല, എന്താ അത് അറിയണം. കാരണം ഇപ്പോൾ പല മുഖാമുഖങ്ങളിലും ഇങ്ങനെ വന്ന ഒരു ടീമായി വരിക, എന്നിട്ട് അതെങ്ങനെയും അതിൻ്റെ മർമ്മപ്രധാനമായ ചോദ്യാവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഈ സ്വപ്നകഥ ഒരേതോ സ്വപ്ന ലോകത്താണ് ഒരു ജീവിക്കുന്നത്. ആ സ്വപ്നകഥയും ഈ മുദബ്ബിറുൽ ആലം ഇതിങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞ് ഈ ശ്രോതാക്കൾക്ക് വരെ ഒരു അങ്ങനെ ഉണ്ടല്ലോ ആവർത്തന വിരസത. അപ്പം ഞാൻ അവസാനം പറയേണ്ടി വന്നു, മിനിമം 3 വട്ടം മറുപടി പറയുള്ളൂ. ഇനി എനിക്ക് നിങ്ങളെ ഈ ടീമിനോട്, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ടീമുണ്ടല്ലോ,
ഈ ടീമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ചോദ്യത്തിന് 3 വട്ടമേ മറുപടി വരുള്ളൂ, 4ാമത് വട്ടം പിന്നെ ആവർത്തിക്കരുത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. 3 വട്ടമൊക്കെ അല്ലാതെ അതിലപ്പുറം എങ്ങനെ പറയാം? എന്തായാലും ഈ ടീമിനുള്ള തകരാറ് എന്താണ് അതൊന്ന് അറിയേണ്ടത് ഒരു കാര്യം തന്നെയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പുത്തൻവാദികൾ വരും. അങ്ങനെയുള്ള ഒരു ടീമാണ് ഈ കള്ളത്വരീഖത്ത് എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് കത്തിവെക്കുന്ന ഒരുപാട് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് കള്ളത്വരീഖത്ത്. ഇപ്പോൾ കുരുവട്ടൂർ ത്വരീഖത്ത് എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച ഒരു ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്തിൻ്റെ ഒരുപാട് വാദങ്ങൾ, ശിർക്കിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന വാദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു തആല മഹാന്മാർക്ക് കഴിവ് കൊടുക്കുന്നത് ഒരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്. മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഉസ്താദിന് ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ പിന്നെ എനിക്ക് അതിൽ ഉസ്താദ് എവിടേക്കാണ് വിളിക്കുന്നത്, എന്താണ് വിളിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അതങ്ങ് കൊടുത്തു വിട്ടുപോയി. അതിൽപ്പെട്ട വേറെ ഒന്നാണ് ആ മൊബൈൽ ഫോൺ കൊടുക്കലോടുകൂടി അത് വിളിക്കാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഓൾറെഡി ഉണ്ടല്ലോ എന്നതുപോലെ അല്ലാഹു തആല കഴിവെല്ലാം അഡ്വാൻസ് ആയിട്ടാണ് പടച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വാദം. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന പിഴച്ച കക്ഷികളാണ്. മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു കക്ഷികളുണ്ട്. അവരുടെ ആശയമാണ് അല്ലാഹു തആല കഴിവ് നേരത്തെ കൊടുക്കുമെന്നത്. ശറഹുൽ അഖായിദാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറയുന്നത്, വൽ ഇസ്തിത്വാഅത്തു മഅൽ ഫിഅലി, കഴിവ് അല്ലാഹു തആല അപ്പോൾ കൊടുക്കുന്നതാണ്. ഖിലാഫൻ ലിൽ മുഅ്തസിലത്തി, മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു ആശയക്കാർക്കെതിരെ അവരുടെ വാദം എന്തായിരുന്നു, അല്ലാഹു തആല എല്ലാ കഴിവും നേരത്തെ അങ്ങ് പടച്ചു കൊടുക്കും എന്ന ഒരു ആശയമാണ് അവരുടേത്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയതല്ല, അല്ലാഹു തആല അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇസ്തിത്വാഅത്ത് വഹിയ ഹഖീഖത്തുൽ ഖുദ്റത്തില്ലതി യകൂനു ബിഹൽ ഫിഅലു, ഒരു പ്രവൃത്തി ഉണ്ടാകാൻ ആവശ്യമായ യഥാർത്ഥത്തിലുള്ള ഖുദ്റത്ത് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ മനുഷ്യൻ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല അപ്പോൾ പടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ഈ കഴിവ് അല്ലാഹു അപ്പോൾ തരുന്നതാണ്. ഈ വാദത്തിനെതിരാണ് ഈ കള്ളത്വരീഖത്തിന്റെ ഒരു മൗലവി കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ പച്ചക്കളവ് മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു പുത്തൻവാദിയായ മൗലവിയുണ്ട്. അദ്ദേഹം പ്രമാണവിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ കിതാബ് തിരിയാതെ നമ്മുടെ ഉലമാഇനെതിരെ 10-12 വർഷമായി പറഞ്ഞു നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വാദമാണിത്. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് എന്താണ്, മഹാന്മാരായ ഔലിയാക്കൾക്ക് നമ്മൾ നേരത്തെ ഒരുപാട് കിതാബുകൾ വായിച്ചു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അവർ നിമിത്തമായി അള്ളാഹു സഹായിക്കുമെന്നാണ്. ഇതാണല്ലോ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. അപ്പം മഹാന്മാർ സഹായിക്കുമെന്ന് പറഞ്ഞത് മജാസാണ്. അതേ ഹഖീഖത്തൻ യഥാർത്ഥത്തിൽ വൽ മസ്ഊലു ഫിൽ ഹഖീഖത്തി ഹുവല്ലാഹ്, യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ, ചോദിക്കപ്പെടുന്നവൻ അള്ളയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം. എന്നാൽ മഹാന്മാരുടെ കഴിവ് അത് സിയം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ട്, അതാണ് ഏറ്റവും സങ്കടം. ഇവർ പറയുന്നത് ത്വരീഖത്തിന്റെ പേരാണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീഅത്തിന്റെ നിയമങ്ങളെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഇവർ ത്വരീഖത്ത് എന്ന് പറഞ്ഞ് എല്ലാ ആലിമീങ്ങളും ചീത്ത പറയാം, എല്ലാ ആലിമീങ്ങൾക്കെതിരെയും ഇല്ലാത്തത് പറയാം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങളെ മുഴുവനും ദുർവ്യാഖ്യാനിക്കാം, ത്വരീഖത്തിന്റെ പേര് പറഞ്ഞു. അതിന് മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറയാം. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ഹഖീഖത്തൻ സഹായിക്കുമെന്നാണ് ആ കള്ളത്വരീഖത്തിന്റെ ആ പിഴച്ച മൗലവി പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന വാദമല്ലേ? യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലാഹയല്ലേ? പിന്നെയോ സിയം വലിയുല്ലാഹി തങ്ങൾ സഹായിക്കുമെന്ന് പറയുന്നത് അവിടുന്ന് സബബാകും എന്ന അർത്ഥത്തിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ ശിർക്കിലേക്ക് വരെ എത്തിക്കുന്ന വാദമാണ് ഈ പുത്തൻവാദികളുടെ വാദം. മറ്റൊന്ന്, ഈ മൗലവിമാര് പറയുന്നത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കളെ പരിഹസിക്കുക, അവരെ നിന്ദിക്കുക, അവരെ പേരിൽ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കണമെന്ന് പോലും ആഗ്രഹിക്കാത്ത വാദമാണ് ആ മഹാന്മാരുടെ പേരിൽ പറയുന്നത്. സിയം വലിയുല്ലാഹി തങ്ങൾ ആലമെന്നതിൽ എന്തെല്ലാം പെട്ടു, അതിൻ്റെ എല്ലാം മുദബ്ബിറാണ് സിയം മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നാണ് ആ ദുർവ്യാഖ്യാനത്തിന്റെ വീരനായ കള്ളത്വരീഖത്തിന്റെ മൗലവിയായ ആ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിയം വലിയുല്ലാഹി തങ്ങൾ ഇവിടെ ദർസ് നടത്തിയ വലിയ മുദരിസായിരുന്നു, വലിയ മഹാനായിരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യമുണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നതാണ് മഹാനവരുടെ മഖബറ. ആ മഹാനവറുകൾ അക്കാലത്തെ ഖുതുബായിരുന്നു, അതിലൊന്നും ഒരാൾക്കും തർക്കമില്ല. എന്നാൽ സിയം വലിയുല്ലാഹി തങ്ങളാണ് ആലമ എന്ന് പറയുന്നതിൽ എന്തെല്ലാം പെട്ടു. അത് മാസിവൽ ബാരി തആല, അതാണല്ലോ ആലം എന്ന് പറയുന്നത്, അല്ലാഹു അല്ലാത്ത എല്ലാം.
അള്ളാഹു അല്ലാത്ത എല്ലാറ്റിൻ്റെയും നിയന്ത്രണം തദ്ബീർ CM വലിയുല്ലാഹി തങ്ങൾക്കാണെന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, CM വലിയുല്ലാഹി തങ്ങളെ ഇതിലപ്പുറം പരിഹസിക്കുന്ന വാചകം പിന്നെ ഏതാണ്? ഇതിലപ്പുറം പരിഹസിക്കുന്ന വാചകം പിന്നെ ഏതാണ്? നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ മറുപടിയൊന്നും ആ മൗലവി തന്നിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോ മൗലവി ചില ചാവേറുകളെ, കിതാബിന്റെ ഹർഫ് പോലും ഹർക്കത്തിടാത്ത, ഒരു വരി പോലും വായിക്കാൻ കഴിയാത്ത, മീസാന് പോലും മുഴുവനായി ഓതാത്ത ചില ചാവേർ പല്ലി വാലു മുറിച്ച് ഓടുന്നത് പോലെ ആ മൗലവി ഓടിപ്പോയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്താണ് CM വലിയുല്ലാഹി തങ്ങളാണ് അള്ളാഹു അല്ലാത്ത എല്ലാറ്റിൻ്റെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് അഖലിയായ മുഹാലല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ വിമർശിക്കാൻ യുക്തിവാദികൾക്ക് വടികൊടുക്കുകയാണ്. CM വലിയുല്ലാഹി തങ്ങൾ അവിടെ നിന്ന് ഉണ്ടായത് അള്ളാഹുവിന്റെ തദ്ബീർ അനുസരിച്ചല്ലേ? ആ തദ്ബീറും CM വലിയുല്ലാഹിതാണ് എന്നാണോ അവർ പറയുന്നത്? എങ്കിൽ അത് മുഹാലല്ലേ മൗലവി? ഇനി പറയട്ടെ, CM വലിയുല്ലാഹി തങ്ങൾ ആലമില്ലാത്ത എല്ലാറ്റിന്റെയും മുദബ്ബിറാണെന്ന് പറയുമ്പോൾ ആലം എന്നതിൽ പെട്ടില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടില്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ മുദബ്ബിറാണോ? സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വഹാബത്തിന്റെ ഒക്കെ മുദബ്ബിറാണോ? ഇങ്ങനെ മഹാന്മാർക്കില്ലാത്തത്, അവരിഷ്ടപ്പെടാത്തത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പിഴച്ച കക്ഷികളാണ് ഈ കുരുവട്ടൂർ എന്ന് പറയുന്ന ടീം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ, അവരുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ വാദങ്ങളും പിഴച്ചതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ കള്ളത്തൊരീഖത്തുകാര്, ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത്, നമ്മൾ വളരെ കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങളൊക്കെ പള്ളി ദർസിൽ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഇവരിൽ നിന്നൊക്കെ നമ്മൾ ഓതി പഠിച്ചതാണ് മന്തിഖ് എന്ന് പറയുന്നത്. മന്തിഖ് പഠിക്കാത്തവന്റെ അറിവിന് ഒരു വസൂഖുമില്ല എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഈ മൗലവിമാര് മന്തിഖ് പഠിക്കൂല, മഅനി പഠിക്കൂല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞു, ഞാൻ 2013 വരെയുള്ള പറഞ്ഞതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 2013 മുതൽ 20 വരെയുള്ളതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്ത വഹി എപ്പോഴാണ് ഇറങ്ങുന്നത് പറയാൻ കഴിയൂല. ഇപ്പൊ 20 മുതൽ 24 വരെയാണ്, 4 കൊല്ലാണ് ആയത്. അപ്പോൾ ഇനി അതുവരെയുള്ളത് എപ്പോഴാണ് ക്യാൻസൽ ആകുന്നതെന്ന് പറയാൻ കഴിയൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൗലവിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നടക്കുന്നത്? ഈ മൗലവി പറയാണ് മന്തിഖ് പഠിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, CM വലിയുല്ലാഹി തങ്ങൾ മന്തിഖ് പഠിപ്പിച്ചിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട് എന്നെല്ലാം നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ ഒരു സ്മരണികയുണ്ട്. ആ സ്മരണികയിൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്ന ഒരു അനുഭവം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു തആല ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ, ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ദർസിൽ ഓതുന്ന സമയത്ത് ഉസ്താദിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. എന്താണ്? ഉസ്താദ് അവരുടെ ദർസിലേക്ക് ഒരിക്കൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്നു. അള്ളാഹുവിന്റെ വലിയാണ് കാര്യത്തിൽ തർക്കല്ലല്ലോ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അപ്പോൾ ഖുത്ബി ഓതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്നിട്ട് ചോദിച്ചു, മീറില്ലേ, മീർ ഖുത്ബിയില്ലേ എന്ന് ചോദിച്ച് വാങ്ങി ബഹുമാനപ്പെട്ടവർ അരമണിക്കൂറോളം അത് ദർസ് നടത്തി കൊടുത്തു. അപ്പൊ എല്ലാ ഔലിയാക്കളും എല്ലാ മഹാന്മാരും ദർസ് നടത്തിയ പ്രധാനപ്പെട്ട ഒരു ഫന്നാണ് ഈ മന്തിഖ് എന്ന് പറയുന്നത്. യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശരിക്കും പഠിപ്പിക്കുന്നതാണ് മന്തിഖ്. ആ മന്തിഖ് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ മൗലവി പറയുന്നത്. കാരണം അത് പഠിച്ചില്ലെങ്കിലാണ് ഇവരെ കള്ളത്തൊരീഖത്തിലേക്ക് ആളെ കിട്ടുള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് കത്തിവെക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഈ മൗലവിമാര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിരന്തരം വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒക്കെ പുറമെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്ക് എല്ലാ കള്ളത്തൊരീഖത്തുകാരുടെയും ഒരു ശൈലി എന്താണത്? ഈ പറയപ്പെട്ട കള്ളത്തൊരീഖത്തിൽപ്പെട്ട മൗലവിമാര് അവരെന്താണോ ചെയ്യുന്നത് അത് അംഗീകരിക്കണം എന്നാണ്. ഇപ്പോൾ ഈ മൗലവി എന്നെ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ ക്ലിപ്പുള്ളതാണ്. നിങ്ങൾക്ക് ആർക്ക് സംശയം ഉണ്ടെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട ആ ക്ലിപ്പൊക്കെ തരുന്നതാണ്. ഈ മൗലവി പ്രസംഗിക്കുകയാണ്, ഒരാൾ സ്വർണ്ണമോതിരം ധരിച്ചു, ഏത് കള്ളത്തൊരീഖത്തിൽപ്പെട്ട ഒരു മൗലവി, എന്നാൽ നിങ്ങളെ കിതാബേറ്റ് അങ്ങോട്ട് പോകാൻ പാടില്ല, ശരീഅത്തിന്റെ നിയമത്തെ അങ്ങോട്ട് പോകാൻ പാടില്ല. പിന്നെയോ അത് റസൂലുള്ളാഹി തങ്ങൾ നേരെ അവർക്കാണ്ട് പറഞ്ഞു കൊടുത്തതാണെങ്കിലോ എന്ത് സുഖാന്നറിയോ? അപ്പോ എന്ത് തോന്നിയാസം ചെയ്താലും അതിനെയൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വാദം ഉന്നയിക്കുന്നവരാണ് ഈ കള്ളത്തൊരീഖത്ത്. അങ്ങനെയുള്ള വാദം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ പ്രമാണബദ്ധിതമായി നേരിടുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ വേറെ ഒന്നാണ്, നിങ്ങൾ ആര് സ്വപ്നം കാണുകയാണ്? ഈ മൗലവിമാരെ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്വപ്നം കാണുകയാണ്, ഞാൻ റസൂലുള്ളാഹിയാണ് എന്ന് അയാൾ പറയുന്നുണ്ടോ? അത് റസൂൽ തന്നെയാണ്. അതെന്തിനാ പറയുന്നത് അറിയോ നിങ്ങൾ? ഈ മൗലവിമാര്, ഈ എല്ലാ കള്ളത്തൊരീഖത്തുകാരും പിശാചിന്റെ സേവയുള്ളവരായിരിക്കും. ശൈത്വാനെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുന്നവരാണല്ലോ.
അപ്പൊ ഈ പിശാച്ച് വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് റസൂലാണ് നിങ്ങൾ ആ ത്വരീഖത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഈമാൻ തെറ്റിച്ച് ത്വരീഖത്ത് വലുതാക്കാൻ വേണ്ടിയുള്ള ഒരു കൂടെ തന്ത്രമാണ്. അങ്ങനെ പച്ചക്കള്ളം പിശാച്ച് വന്ന് പറയും. അതെല്ലാ ഇമാമുകളും പറഞ്ഞതാണ്, നമുക്കെല്ലാവർക്കും അത് അറിയുന്നതാണ്. എന്നാൽ പിശാച്ച് അങ്ങനെ കള്ളം പോലും പറയൂല. പിശാച്ചിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ പിശാച്ച് കള്ളം പോലും പറയൂല എന്ന വാദം ഉന്നയിച്ച് സ്വപ്നത്തിൽ പിശാച്ചിനെ അയച്ച് ഇവരുടെ കള്ളത്വരീഖത്ത് നിലനിർത്താനുള്ള തന്ത്രമാണ്. അങ്ങനെ ഒരു ഇമാമുകളും പറഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് കാലങ്ങളായി നമ്മുടെ ഇമാമുകൾ വിമർശിക്കുകയും അതിനെതിരെ കിതാബ് എഴുതുകയും ചെയ്ത വാദങ്ങളെല്ലാം നിരത്തിവെച്ച് വാദിക്കുന്നവരാണ് ഈ കള്ളത്വരീഖത്തുകാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഈ കള്ളത്വരീഖത്തുകാര് ഉയർത്തുന്നത്. അങ്ങനെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് വാദങ്ങൾ ഇവിടെ ഒരുപാട് പുത്തൻവാദികൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കൂട്ടം പുത്തൻവാദികളാണ് ഇത്തരക്കാർ. അത്തരത്തിലുള്ള ഒരു കള്ളത്വരീഖത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിട്ടുപോകരുത്. നമുക്ക് നേതൃത്വം നൽകിയത് താജുൽ ഉലമയുണ്ട്, ഇപ്പൊ നമുക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുണ്ട്, റഈസുൽ ഉലമയുണ്ട്, കോട്ടൂർ ഉസ്താദുണ്ട്. അങ്ങനെ നമ്മുടെ തലമുതിർന്ന ആലിമീങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാര്, ആ പണ്ഡിതന്മാർക്ക് കീഴിൽ അടിയുറച്ച് നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജിവാറിലെത്തണം, നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സംവാദത്തിനൊക്കെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം മുഖാമുഖം. സംവാദത്തിനൊക്കെ കുറച്ച് യോഗ്യത വേണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞവരാണ്. കൃത്യമായിട്ട് എല്ലാവർക്കും നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്, ആവർത്തിച്ച് മറുപടിയും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൈക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തൊന്നും നിൽക്കരുത്. വിഷയത്തിൽ നമ്മുടെ പ്രമാണങ്ങൾ നിരത്തിയുള്ള മറുപടി കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഒരാളും നടത്തേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ പിശാച് ഇളകും എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ പിഴച്ച മുഅ്തസിലി വാദങ്ങൾക്കും